ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ ലൈസൻസിൽ ഇനി ബ്ലാക്ക് മാർക്ക് വീഴും. 6 തവണ നിയമം ലംഘിച്ചാൽ 1 വർഷത്തേക്ക് ലൈസൻസ് റദ്ദാകും. ഇതിനുള്ള പ്രാരംഭ ചർച്ചകൾ ഗതാഗത വകുപ്പ് ആരംഭിച്ചു. ഡിജിറ്റൽ ലൈസൻസാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നൽകുന്നത്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നത് എളുപ്പമാകുമെന്നാണ് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പുതിയതായി ലൈസൻസ് എടുക്കുന്നവർക്ക് 2 വർഷം പ്രൊബേഷൻ പീരീഡ് നൽകാനും ആലോചനയുണ്ട്. ഡ്രൈവിംഗ് പഠിച്ച ആദ്യ 1 വർഷം അവർ ഓടിക്കുന്ന വാഹനത്തിൽ P1 എന്ന് രേഖപ്പെടുത്തിയ സ്റ്റിക്കർ പതിപ്പിക്കണം. 2ാം വർഷം വാഹനത്തിൽ P2 എന്ന സ്റ്റിക്കറും. മറ്റു ഡ്രൈവർമാർക്ക് സ്റ്റിക്കർ കണ്ട് വാഹനം ഓടിക്കുന്നയാളുടെ ഡ്രൈവിംഗ് പരിചയം മനസ്സിലാക്കാനാണിത്. പ്രൊബേഷൻ പീരീഡിൽ 10 തവണ ഗതാഗത നിയമം ലംഘിച്ചാൽ ലൈസൻസ് റദ്ദാക്കപ്പെടും. വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ നിയമലംഘന സാധ്യത കൂടുതലാണ്. അതിനാലാണ് 10 തവണ വരെ ഇളവ്. ആദ്യം മുന്നറിയിപ്പ് നൽകും, പിന്നീടാണ് നടപടി. വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധയും അച്ചടക്കവും ഇല്ലാത്തതാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. ഇതിന് പരിഹാരം കാണാനാണ് പുതിയ പദ്ധതികളെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. കേരളത്തിൽ ലൈസൻസ് കിട്ടാത്ത അതിർത്തി ജില്ലകളിലുള്ളവർ തമിഴ്നാട്ടിൽ പോയി ലൈസൻസ് എടുക്കുന്ന രീതി കൂടിയുണ്ട്. ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ പരിശോധന നടത്തണമെന്ന് തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ക്ലീനർക്കും പോലീസ് ക്ലിയറൻസ് കർശനമാക്കും. എല്ലാ സ്വകാര്യ ബസ്സുകളിലും ജനുവരിയിൽ പരിശോധന നടത്തി നടപടിയെടുക്കും. സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. KSRTCയിൽ ജോലിക്ക് പ്രവേശനമെങ്കിൽ നിലവിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം കോടിമതിയിൽ 2 സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ ഒരു ബസിന്റെ ഡ്രൈവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് പുതിയ തീരുമാനം നടപ്പിലാക്കാനൊരുങ്ങുകയാണ് സർക്കാർ. സ്വകാര്യ ബസ്സുകളിലെ മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിച്ച് ഡേറ്റാ ബാങ്കും തയ്യാറാക്കും. അതിനിടെ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടുന്ന നടപടി ഡിജിറ്റലാക്കി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുമെത്തിയിട്ടുണ്ട്. ഗതാഗത നിയമലംഘനങ്ങൾ നിയന്ത്രിക്കാനും അവയുടെ റെക്കോർഡുകൾ കൃത്യമായി സൂക്ഷിക്കാനും സഹായകരമാണ് നടപടി. വാഹൻ സാരഥി ഓൺലൈൻ സിസ്റ്റം ഡേറ്റാബേസിൽ ഇതിനുള്ള സാങ്കേതിക പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസും വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും വാഹന പരിശോധനയിൽ ഇപ്പോൾ ഉപയോക്താക്കൾക്ക് ഡിജിറ്റലായി കാണിക്കാവുന്നതാണ്. നിയമലംഘനം കണ്ടെത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടുന്നതും MVDക്ക് ഡിജിറ്റലായി ഇനി പ്രോസസ്സ് ചെയ്യാൻ കഴിയും. വാഹന ഡ്രൈവർ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്ന പരിവാഹൻ സിസ്റ്റത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടുന്നത് നേരിട്ട് ഡേറ്റാബേസിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടുന്നത് രേഖപ്പെടുത്തുന്നതിനായി ഒരു ചെല്ലാൻ സൃഷ്ടിക്കുന്നതാണ്. പിഴ അടയ്ക്കുന്നതുപോലെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ലൈസൻസ് തിരികെ ഉപയോക്താക്കൾക്ക് ലഭിക്കുക. മാരകമായ അപകടങ്ങൾ പോലുള്ള ഗുരുതരമായ നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടൽ നടപടി ഉണ്ടാകുന്നത്. തുടർന്ന് നിശ്ചിത കാലയളവിലേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമോ പിഴയുൾപ്പെടെയുള്ള നടപടികൾ ചുമത്തുകയോ ചെയ്യുകയാണ് ചെയ്യാറ്. മുമ്പ് ഈ പ്രക്രിയയ്ക്ക് രേഖകളുടെ ഫിസിക്കൽ കോപ്പി ആവശ്യമായിരുന്നു. കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഡിജിറ്റലായി കൈകാര്യം ചെയ്യുന്നത് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കും. നവംബർ 6-നാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വയ്ക്കുന്നത് സംബന്ധിച്ച് ഉപയോക്താക്കൾക്ക് പുതിയ പരിഷ്കാരങ്ങൾ വരുത്തി തുടങ്ങിയത്. ഇതിനനുസരിച്ച് ഡ്രൈവർമാർ ഫിസിക്കൽ കോപ്പി കരുതേണ്ട ആവശ്യമില്ല. പരിവാഹൻ ആപ്പ് അല്ലെങ്കിൽ ഡിജി ലോക്കർ വഴി ഡ്രൈവർമാർക്ക് അവരുടെ ലൈസൻസുകൾ ഇപ്പോൾ ഡിജിറ്റലായി കാണിക്കാവുന്നതാണ്. പേപ്പർ രഹിത സംവിധാനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. ഡ്രൈവർമാർക്കും ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്കും ഈ സംവിധാനം കൂടുതൽ സൗകര്യപ്രദമാകുമെന്നാണ് വിലയിരുത്തലുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.